ജേക്കബ് തോമസിൻ്റെ തീരുമാനങ്ങളിൽ പാകതക്കുറവുണ്ടോ എന്നാണ് അടുത്തതായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ വി മുരളീധരൻ, ഇവിടെ ഷംസീർ പറയുകയുണ്ടായി, ഇപ്പോൾ നിരവധി അഴിമതികൾ പുറത്തു കൊണ്ടുവരികയുണ്ടായി. വ്യവസായ വകുപ്പിൽ കുറഞ്ഞ കാലം മാത്രമാണ് EP ഇരുന്നത് എങ്കിലുമെന്ന്. ഇപ്പോൾ ഒരു കാര്യം പറയാം, ഈ വിജിലൻസ് ജേക്കബ് തോമസ് മലബാർ സിമൻസിൻ്റെ ഡയറക്ടർ പത്മകുമാറിനെ ജയിലിൽ പിടിച്ചിട്ടു. കെ ബാബുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായതുപോലെ റെയ്ഡൊന്നും നടന്നു കണ്ടില്ല. അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ സൂചിപ്പിക്കുന്നൊരു കാര്യം, പത്മകുമാറിനെ വെള്ളപൂശുകയേ അല്ല, ഡീലർഷിപ്പ് കമ്മീഷനിൽ 7 കോടിയുടെ ഒരു ക്രമക്കേട് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പത്മകുമാറിനെ പിടിച്ചകത്തിട്ടത് കുറച്ച് ദിവസം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായി ധാരണയുള്ള ആളുകൾ പറയുന്നത്, ഇപ്പോൾ മലബാർ സിമൻസ് ഏപ്രിലാണ് ഒരു തുക നിശ്ചയിക്കുന്നത് ഡീലർഷിപ്പ് കമ്മീഷന്, പിന്നെ സെപ്റ്റംബറിലും ഓഗസ്റ്റിലും ഒക്കെ പെട്ടെന്ന് കൂട്ടി. ഇതാണ് ക്രമക്കേടായി ജേക്കബ് തോമസ് കണ്ടെത്തിയിട്ട് പത്മകുമാറിനെ പിടിച്ചകത്തിടാനായി ചൂണ്ടിക്കാട്ടുന്ന കാരണം. പക്ഷേ ഒരു പ്രൊഫഷണൽ സ്ഥാപനമാണ്, മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, മത്സരാധിഷ്ഠിതമാണ് കമ്പോളം. രാംകോ കൂട്ടിയാൽ ഈ പറയുന്ന ഡീലർഷിപ്പ് കമ്മീഷൻ മലബാറിനും കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഡീലർമാരെ കിട്ടില്ല. അവർ കുറച്ചാൽ നമുക്കും കുറയ്ക്കേണ്ടി വരും. ഈ ഏറ്റിറക്കങ്ങളൊക്കെ വസ്തുസ്ഥിതികൾ ബോധ്യപ്പെടാതെ ചാടിക്കയറി ക്രമം വിട്ട ഇടപാട് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് ജയിലിൽ ഇടാനുള്ള നീക്കം നടത്തിയത് ശരിയായ ഒരു സമീപനമാണോ? ഇങ്ങനെ നിരവധി പാകപ്പിഴകളുണ്ട്. അത് ഞാൻ മറ്റ് അതിഥികളിലേക്ക് കൂടി ചോദിക്കാനിരിക്കുന്നുണ്ട്. ഈ ചോദ്യം മാത്രം താങ്കൾക്ക് മറുപടി സർ. അല്ല, ഇതിൽ പത്മകുമാറിൻ്റെ കാര്യത്തിൽ ചെയ്ത നടപടിയിലെ ഒരുപക്ഷെ എടുത്തുചാട്ടം പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് EP ജയരാജനെതിരായിട്ട് വിജിലൻസ് എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് വരുമ്പോൾ അതും ഒരു എടുത്തുചാട്ടമായിട്ട് വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മാത്രമല്ല, ശ്രീ ഷംസീർ ഇവിടെ സൂചിപ്പിച്ച ലീഗലി കറക്റ്റ് മോറലി കറക്റ്റ് അല്ല എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം തന്നെ സമ്മതിച്ചൊരു കാര്യമാണ് ഈ നിയമനം. റിയാബിൻ്റെ യോഗ്യതകൾ, റിയാബ് നിശ്ചയിച്ച യോഗ്യതകൾ ഇല്ലാത്തൊരാളെയാണ് നിയമിച്ചത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ മന്ത്രി തന്നെ അഴിമതി നിരോധന നിയമത്തിലെ 13(1)(d)യും 15 വകുപ്പുകൾ അനുസരിച്ചിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സ്വയം സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഈ ലീഗലി കറക്റ്റ് മോറലി ഇൻകറക്റ്റ് എന്ന് പറയുന്ന വാദത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ലീഗലി ഇൻകറക്റ്റാണ്, മോറലിയും ഇൻകറക്റ്റാണ്. 2 തരത്തിലും ഇത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു കുറ്റമാണ്. അറ്റംപ്റ്റ് ടു കറപ്ഷൻ എന്നുള്ള അഴിമതി നിരോധന വകുപ്പ് നിയമത്തിലെ 15-ാം വകുപ്പ് അനുസരിച്ച് 3 വർഷം വരെ തടവിന് വിധിക്കാവുന്ന കുറ്റമാണ് ശ്രീ EP ജയരാജൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിജിലൻസ് ഡയറക്ടർ ഏതൊക്കെ കേസുകളിൽ എടുത്തുചാട്ടം നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവമാണ് എന്ന് വരുത്താൻ താല്പര്യമുള്ള ചില ആളുകളുണ്ടാവും. ശരി, ആ താല്പര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന ഈ ഫൈനാൻഷ്യൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ലീക്ക് ചെയ്യപ്പെടുന്നത്. അത് ലീക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ്റിൽ ചിലരെങ്കിലും ഇദ്ദേഹം ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. UDF അപഹസിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില ആളുകളെങ്കിലും ഇദ്ദേഹം തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമാകും. ഞാൻ കൊടുത്ത പരാതി EP ജയരാജനെതിരായിട്ട് മാത്രമല്ല, ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ മക്കളെക്കുറിച്ചും പരാതികളുണ്ട്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഇനി എല്ലാവരും ചുരുക്കം വാക്കുകളിൽ മറുപടി പറയണമെന്നും വിഷയത്തിൽ ഊന്നി നിൽക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയുമാണ്. ശ്രീ വാഴക്കനിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ജേക്കബ് തോമസിൻ്റെ പരിചയക്കുറവ് കാക്കിയിടാത്ത രൂപത്തിലും കണ്ടതാണ്. നാം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ തലവനായിരിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്നൊരു ഉത്തരവിറക്കുന്നത് കണ്ടതല്ലേ? എന്തൊരു അപ്രായോഗികമാണത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഒരു ദിവസം കൊണ്ട് എല്ലാത്തിനെയും നിശ്ചലമാക്കിക്കൊണ്ടല്ല നീതി നിർവഹണം നടക്കേണ്ടത്. 1. 2, ഞാൻ വേഗം പറയാം. ഇവിടെ ഇപ്പോൾ ശങ്കർ റെഡ്ഡിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ആരാണ്? കൊല്ലത്ത് നിന്നുള്ള ഒരു വിജിലൻസിൻ്റെ സബ് ഇൻസ്പെക്ടർ. അദ്ദേഹത്തിന് എന്ത് ചുമതലയാണ്? അദ്ദേഹം കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ, ഹൈക്കോടതിയിലാണ് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. ആർക്ക് വേണ്ടി, ആര് ചുമതലപ്പെടുത്തിയിട്ട് ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ട്? ഇനി ഇവിടെ ഈ പറയുന്ന ശങ്കർ റെഡ്ഡിക്കും വിൻസൻ എംപോളിനും എതിരായിട്ടുള്ള കാര്യങ്ങളിൽ ഇവരെല്ലാം കുഴപ്പം കാണിച്ചു എന്ന് പറഞ്ഞ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ആരാണ്?
ശങ്കർ റെഡ്ഡി പറയുന്ന പ്രകാരമാണ് ആ വാക്കുകൾ ആവർത്തിക്കുകയാണെങ്കിൽ ഇതിന്റെ ഫയൽ തൊടാനുള്ള അധികാരം പോലും ഇല്ലാത്ത അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ജയ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സാർ ഇതൊക്കെ? അല്ല, വേണു, ആദ്യത്തെ കാര്യം ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യം. കേരളത്തിൽ കെട്ടിട നിർമ്മാണ രംഗത്ത് ഒരു നിയന്ത്രണവും നിയമവുമില്ലാതെ ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ പണിയുകയും അവിടെ ഫയർ ആൻഡ് സേഫ്റ്റി ഒരു അപകടമുണ്ടായാൽ ഒരാൾക്ക് പോലും ഫയർ എഞ്ചിന് പോലും എത്തിച്ചേരാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന നിരവധി അവസ്ഥകൾ ഞാൻ ജീവിക്കുന്ന കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഒരു അവസാനം വേണ്ടേ വേണു? ഈ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, പാലിക്കില്ല. ഇപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാഴക്കിന് ഇവിടെ ഇരിക്കുന്നുണ്ട്. അന്നുണ്ടായ വിവാദം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞു എനിക്ക് അനേകം പരാതികൾ കിട്ടിയിട്ടുണ്ട്. എവിടെയാ പരാതി? അതൊക്കെ പോട്ടെ, അതൊക്കെ നാം ഒന്ന് ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തതാണ്. വിഷയം ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഉത്തരവിലൂടെ എല്ലാം നിശ്ചലമാക്കി അടുത്ത നിമിഷം മുതലാണ് ശരിയുടെ പക്ഷം തുടങ്ങുക എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അല്ല, അങ്ങനെയല്ല. പക്ഷെ എവിടെയെങ്കിലും നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യണ്ടേ വേണു? അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള നിർമ്മാണത്തിലെങ്കിലും അത് പാലിക്കണ്ടേ? ഇതതില്ലല്ലോ, ആരും ചോദിക്കുന്നില്ല. എല്ലാ നിയമലംഘനങ്ങളും നിർമ്മാണ മേഖലയിൽ ശരിയാണ്. അങ്ങേക്കും അറിവുള്ളതാണ്. പിന്നീട് ആ ചുമതലയിൽ വന്നയാളും ഇതേപോലെ തന്നെ ജേക്കബ് തോമസ് ഇട്ട ഉത്തരവിന് സമാനമായ നിലപാട് തന്നെ കൈക്കൊള്ളുകയുണ്ടായി. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. വേണമെങ്കിൽ ഈ സർക്കാരിനും അത് നടപ്പാക്കാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഈ ജയ പ്രത്യക്ഷപ്പെട്ടത് ആരുടെ പ്രതിരൂപമായി? ഈ പറയുന്ന കൊല്ലത്ത് നിന്നുള്ള ഇൻസ്പെക്ടർ ഇവിടെ ഈ പറയുന്ന ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നത് ഏതടിസ്ഥാനത്തിൽ? അല്ല, അതിൽ പലതരത്തിൽ അതിനെ കാണാം. ഒന്ന്, ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് ഏത് വ്യക്തിക്കും ഈ രാജ്യത്ത് അഴിമതിക്കെതിരായി നിലപാടെടുത്ത് സത്യവാങ്മൂലം കൊടുക്കാം, ഏത് പൗരനും കൊടുക്കാം. ഔദ്യോഗിക സത്യവാങ്മൂലമാണ് സാർ, ഔദ്യോഗിക സത്യവാങ്മൂലമാണ്. എനിക്കിനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഞാൻ വേഗം ഒരു ഇടവേളയിൽ കൂടി പോയതിനു ശേഷം ബാക്കി അതിഥികളിലേക്ക് ഇടവേള.